ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ദൂരെങ്ങുമല്ല, തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലേക്ക് തന്നെയാണ് കേട്ടോ. പീക്കുട്ടി ദേ അച്ചയുടെ കൈ പിടിച്ച് മാക്സിമം സാധനങ്ങൾ സ്കെച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ദേ കണ്ട പാടെ ഒരു ഉടുപ്പെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ലൊരു ഉടുപ്പായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് അമ്മ അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. നമ്മളത് വാങ്ങിയൊന്നുമില്ല. പീക്കുട്ടിക്ക് ഓൾറെഡി കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഡ്രസ്സ് എടുക്കണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും എനിക്ക് നൈറ്റ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. പാൻസിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കോട്ടൺ വേണോ, ബനിയൻ ടൈപ്പ് വേണോ, കട്ടിയുള്ളത് വേണോ, കട്ടി കുറഞ്ഞത് വേണോ, എങ്ങനത്തെ കളക്ഷൻസ് വേണമെങ്കിലും ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് 120 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ടീഷർട്ടിന് ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. 150, 175 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. പൊതുവേ സ്കൂൾ ഐറ്റംസിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ ബാഗ്സും വാട്ടർ ബോട്ടിലും പെൻസിൽ ബോക്സും അങ്ങനത്തെ സ്കൂൾ ഐറ്റംസൊക്കെ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പീക്കുട്ടി വലുതായാൽ മാത്രമല്ലേ എനിക്കതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അവിടെയുള്ള എല്ലാ സാധനങ്ങളും പീക്കുട്ടിയെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടെങ്കിലും വാട്ടർ ബോട്ടിലിന് അവളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അവസാനം അവിടെയുള്ള ഒരാളിനെ കൊണ്ട് വഴക്ക് വരെ പറയിപ്പിച്ചിട്ടാണ് അവൾ ആ വാട്ടർ ബോട്ടിൽ അവിടെ തിരിച്ച് തൂക്കിയത്. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴും മസാല ദോശ കഴിച്ചാലോ എന്നൊരു കൊതി. അങ്ങനെ ഞങ്ങൾ നേരെ പീക്കുട്ടിനെ കൊണ്ട് മസാല ദോശ കഴിക്കാൻ പോയി. പീക്കുട്ടി ആദ്യം തന്നെ അതിൽ കയറി പിടിച്ച് കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ട്. എന്നിട്ട് എന്നെ അന്തം വിട്ട് നോക്കുകയാണ്.